നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചാവക്കാട് സ്വദേശി മരിച്ചു. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറുവശം താമസിക്കുന്ന കുരിക്കളകത്ത് തേവത്ത് കുഞ്ഞിമുഹമ്മദ് മകൻ റഹീം ആണ് മരിച്ചത്. 59 വയസ്സാണ്. കോഴിക്കോട് നഗരത്തിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഇയാളെ വളണ്ടിയർമാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ശക്തമായ പനിയെ തുടർന്ന് നട്ടെല്ലിൽ നിന്നും സ്രവമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ലൈല ഭാര്യയും ഷഫ്ന, ആയിഷ എന്നിവർ മക്കളുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണത്തല പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കം നടത്തും. എരുമപ്പെട്ടി കരിയന്നൂർ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ തെറ്റയിൽ ഗോഡൌണിനോട് ചേർന്നുള്ള റോഡരികിലാണ് ആളുയരത്തിൽ കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുൽച്ചെടികൾ കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തൊട്ടാൽ ശരീരം മുറിയുന്ന പുല്ലുകളായതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ റോഡരികിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനും കഴിയില്ല. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. കാൽനട യാത്രക്കാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് റോഡിലൂടെ നടക്കുന്നത്. ബാർ ഹോട്ടലായ കൊട്ടാരം റീജൻസിക്ക് മുന്നിലാണ് പൊന്തക്കാട് ഇത്തരത്തിൽ വളർന്നു നിൽക്കുന്നതെന്നും ഭീതിപ്പെടുത്തുന്നതാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ബ്ലാങ്ങാട് ഫാറൂഖ് പള്ളി ബീച്ചിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ഇരട്ടപ്പുഴയിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്നാണ് സൂചന. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. ഡിവൈഎഫ്ഐ നേതാവും CPIM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന PU സനൂപിന്റെ രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, MV പ്രശാന്ത് മാസ്റ്റർ, ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A സജി മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗം PP സുനിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി K കൊച്ചനിയൻ ചെയർമാൻ, KA സൈഫുദ്ദീൻ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. വോക്ക് ആൻഡ് ഹെൽത്ത് ക്ലബ്ബും ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊച്ചി VPS ലേഷോർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. AC മൊയ്തീൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. സെപ്റ്റംബർ 21 ഞായറാഴ്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ലിവർ കെയർ, കാർഡിയാക് സർജറി, സ്പൈൻ സർജറി എന്നീ വിഭാഗങ്ങളിൽ പരിശോധന നടക്കും. നട്ടെല്ല് രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഫാറ്റി ലിവർ സിറോസിസ് ഉള്ളവർ, ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ, വിദഗ്ധ അഭിപ്രായം തേടുന്നവർ എന്നിവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഫാത്തിവ H വീരാൻകുട്ടി, DS സുജിത്ത്, കൃഷ്ണകുമാർ എന്നീ ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തും. സർജറി അഡ്മിഷൻ രോഗികൾക്ക് ഡിസ്കൗണ്ട് പാക്കേജ്, റേഡിയോളജിയിൽ 10% ഓഫർ, ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം, ലാബ് ടെസ്റ്റുകളിൽ 10% ഓഫർ, സൗജന്യ ഫൈബ്രോസ്കാൻ എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 75 10 57 0077 82 81 07 67 61 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസാദ് പുലിക്കോടൻ, പ്രശാന്ത് മാസ്റ്റർ, C ഉസ്മാൻ, TV ഗോപി, ബിജു മാണി എന്നിവർ പങ്കെടുത്തു. കോട്ടോൾ ഷൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബിരാവുണി മുസ്ലിയാർ 50-ാം ആണ്ട് നേർച്ച സെപ്റ്റംബർ 14 മുതൽ 21 വരെയുള്ള തീയതികളിൽ കോട്ടോൾ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് മഹല്ല് കുടുംബസമ്മേളനം നടക്കും. കുടുംബസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. സുന്നി യുവജന സംഘം സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. ആണ്ടുനേർച്ചയുടെ ഭാഗമായി 50 പേർക്ക് കോട്ടോൾ മഹൽ പ്രവാസികൾ സൗജന്യ ഡയാലിസിസിനുള്ള സഹായവും 50 പേരുടെ സൗജന്യ രക്തദാനവും നടക്കും. 21 ഞായറാഴ്ച 9 മണി മുതൽ 2 മണി വരെ ഭക്ഷണ വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹൽ പ്രസിഡന്റ് VA ഉമ്മർ മൗലവി പരിപാടികൾ വിശദീകരിച്ചു. രാജ്യത്തെ വോട്ട് കൊള്ളക്കാരിൽ നിന്നും രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പദയാത്ര നടത്തി. ആനത്തലമുക്കിൽ നിന്നും ആരംഭിച്ച പദയാത്ര പുത്തൻ കടപ്പുറം സെന്ററിൽ സമാപിച്ചു. പദയാത്രയുടെ സമാപന സമ്മേളനം SDPI മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി AM മുഹമ്മദ് റിയാസ് മാള ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ്, മണ്ഡലം സെക്രട്ടറി മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ചരമം. പുന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ജലാലിയ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് പരേതനായ അസൈനാരകത്ത് ആലുണ്ണി മകൻ അഹമ്മദ് ഗദ്ദാഫി നിര്യാതനായി. 49 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മന്ദലാങ്കുന്ന് ജുമാ മസ്ജിദിൽ നടന്നു. ഷെഫീറ ഭാര്യയും സഫിയ ഫെദിൻ, ഫഹദ് ഇസ്താർ, ഫസ്നി ഷർഹാൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.